ഹലോ മുത്തുകളെ സത്തുകളെ കരളുകളെ കുഴികളെ പഞ്ചാര കുഞ്ചുകളെ വീണ്ടും മറക്കലിന്റെ മനക്കിലേക്ക് സ്വാഗതം. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോകാരിയോട്ടിക് സെൽ ആൻഡ് യൂകാരിയോട്ടിക് സെൽ. പ്രോകാരിയോട്ടിക് കോശവും യൂകാരിയോട്ടിക് കോശവും തമ്മിലുള്ള വ്യത്യാസം അത് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, പ്രോകാരിയോട്ടിക് യൂകാരിയോട്ടിക്. പക്ഷെ അതിന്റെ വ്യത്യാസം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടാവില്ല. പേടിക്കണ്ട, നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. വേണ്ട, പ്രോകാരിയോട്ടിക് സെല്ല് യൂകാരിയോട്ടിക് സെൽ എന്താ ഇത് തമ്മിലുള്ള സിമ്പിൾ വ്യത്യാസം? പ്രധാനമായിട്ടും 3 വ്യത്യാസങ്ങളാണ്. എത്ര വ്യത്യാസങ്ങളാണ്? 3 വ്യത്യാസങ്ങളാണ്. ആ 3 വ്യത്യാസങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒന്ന്, പ്രോകാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ സാധാ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ആലോചിക്കാം. പ്രോകാരിയോട്ടിക് ഒരു പൊട്ടനാണ്, പാവം. പൊട്ടൻ, പാവം ഒക്കെ പാപ്പായല്ലേ. അപ്പൊ പ്രോകാരിയോട്ടിക് ഒരു പാവാണെന്ന് ആലോചിക്കുക. അങ്ങനെ ആലോചിച്ചാൽ മതി. പ്രോകാരിയോട്ടിക് ഒരു പാവം സാധു മനുഷ്യൻ, ഇന്നൊക്കെ പോലെ ഒരു പാവടോ. പാവം എന്ന് പറഞ്ഞാൽ പഞ്ചപാവാണ് ആര്? പ്രോകാരിയോട്ടിക്. എന്നാൽ യൂകാരിയോട്ടിക് അങ്ങനെയല്ല. അവൻ റിച്ച്, ധനികൻ, ഓ പൈസക്കാരനാണ്. ഓക്കെ, പക്ഷെ പ്രോകാരിയോട്ട് ആണ്, പാവപ്പെട്ടവനാണ്. അങ്ങനെ വിചാരിച്ചാൽ മതി. പ്രോകാരിയോട്ട് പാവപ്പെട്ടവൻ, യൂകാരിയോട്ട് പൈസക്കാരൻ. ഓക്കെ, അങ്ങനെ ആലോചിക്കാം. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇതാ പ്രോകാരിയോട്ടിക് സെൽ, ഓൻ പാവാണല്ലോ, അതുകൊണ്ട് ഓൻക്ക് എത്രയേ ഉള്ളൂ? ഫ്യൂ സെൽ ഓർഗനൽസേ ഉള്ളൂ. ഫ്യൂ സെൽ ഓർഗനൽസ്, കുറച്ച് കോശാംഗങ്ങൾ മാത്രമേ ഉള്ളൂ. കുറച്ച് കോശാംഗങ്ങൾ, ഫ്യൂ സെൽ ഓർഗനൽസ്. വളരെ പാവപ്പെട്ടവനായതുകൊണ്ട് ഓൻക്ക് കുറച്ച് സെൽ ഓർഗനൽസും കുറച്ച് കോശാംഗങ്ങളും മാത്രമേ ഉള്ളൂ. എന്നാൽ യൂകാരിയോട്ടിക് അങ്ങനെയല്ല. യൂകാരിയോട്ടിക് പൈസക്കാരൻ, റിച്ച്. ഓക്കെ, അതുകൊണ്ട് ഓൻക്ക് മെനി സെൽ ഓർഗനൽസ്, ഓൻക്ക് എന്തുണ്ട്? കൂടുതൽ കോശാംഗങ്ങളുണ്ട്. ഓക്കെ അല്ലേ? ഇനി മാത്രല്ല, പ്രോകാരിയോട്ടിക് പാവാണല്ലോ, അതുകൊണ്ട് തന്നെ ഓന്റെ സെൽ ഓർഗനൽസിനൊന്നും എന്തില്ല? നോ മെംബ്രെയിൻസ് കവറിങ്. അവന്റെ കോശാംഗങ്ങൾക്കൊന്നും സ്ഥിരാവരണമില്ല, കവറിങ് ഇല്ല. ജസ്റ്റ് ഒരു കോശാംഗം മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിന് കവറിങ് ഒന്നുമില്ല. പക്ഷേ യൂകാരിയോട്ടിക് കോശത്തിന് എന്തുണ്ട്? സ്ഥിരാവരണത്തോട് കൂടിയ കോശാംഗങ്ങൾ. അവിടെ ഇഷ്ടംപോലെ കോശാംഗങ്ങൾ ഉണ്ട്. ആ കോശാംഗങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള എന്തുണ്ട്? മെംബ്രെയിൻ ഉണ്ട്, ഒരു സ്ഥിരാവരണമുണ്ട്, ഒരു കവറിങ് ഉണ്ട്. ഇതാ ഓർഗനൽസ് വിത്ത് മെംബ്രെയിനസ് കവറിങ്. ഇതിപ്പോ ഒരു ഓർഗൻ ആണെങ്കിൽ ആ ഓർഗന്റെ ചുറ്റോറ് ഒരു കവറിങ് ഉണ്ടാവും. ഇത് വേറൊരു സെൽ ഓർഗനൽ ആണെങ്കിൽ അതിന്റെ ചുറ്റോറ് ഒരു കവറിങ് ഉണ്ടാവും. അങ്ങനെ കൃത്യമായിട്ട് എന്തുണ്ട്? കവറിങ് ഉണ്ട്. എന്നാൽ പ്രോകാരിയോട്ടിക് സെല്ലിന് എന്തില്ല? കവറിങ് ഇല്ല. മാത്രമല്ല, അവിടെ ആകെ എന്തേ ഉള്ളൂ? കുറച്ച് സെൽ ഓർഗനേ ഉള്ളൂ. ആ ഉള്ള സെൽ ഓർഗനലിനും എന്തില്ല? കവറിങ് ഒന്നുമില്ല. പക്ഷേ നമ്മൾ യൂകാരിയോട്ടിക് സെല്ലിന് ഇഷ്ടം പോലെ സെൽ ഓർഗനൽസ് ഉണ്ട്. മാത്രമല്ല, ഉള്ള സെൽ ഓർഗനൽസിന്റെ ചുറ്റും എന്തുണ്ട്? കവറിങ് ഉണ്ട്. സംശു ആണെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇന്ന് മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രോകാരിയോട്ടിക് സെല്ലിന് എന്തില്ല? ന്യൂക്ലിയസ് ഇല്ലടാ. ന്യൂക്ലിയസ് ഇല്ല. ഒരു പാവം സാധു, ന്യൂക്ലിയസ് പോലും ഇല്ല. അതാ മെംബ്രെയിൻ ബോണ്ട് ന്യൂക്ലിയസ് ആബ്സെന്റ്. സ്ഥിരാവരണമുള്ള മർമ്മമില്ല, പാവം. എന്നാൽ യൂകാരിയോട്ടിക് കോശത്തിന് എന്തുണ്ട്? മർമ്മമുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ ഇതാണ് 3 വ്യത്യാസം. അപ്പൊ സിമ്പിൾ ആയിട്ട് എങ്ങനെ ആലോചിക്കാം? പ്രോകാരിയോട്ടിക് ഒരു പാവമാണ്, പക്ഷെ യൂകാരിയോട്ടിക് റിച്ച് ആണ്. പ്രോകാരിയോട്ടിക് പാവമായതുകൊണ്ട് ഓനക്ക് കുറച്ച് സെൽ ഓർഗനൽസേ ഉള്ളൂ. ആ ഉള്ള സെൽ ഓർഗനലിന് എന്തില്ല? മെംബ്രെയിനസ് കവറിങ്ങും ഇല്ല. മാത്രമല്ല, അവിടെ എന്തും ഇല്ല? ന്യൂക്ലിയസും ഇല്ല. എന്നാൽ നേരെ മറിച്ച് യൂകാരിയോട്ടിക് ആണെങ്കിൽ ന്യൂക്ലിയസ് ഉണ്ട്, ഇഷ്ടംപോലെ സെൽ ഓർഗനൽസ് ഉണ്ട്. ആ സെൽ ഓർഗനൽസിന് എന്തുണ്ട്? മെംബ്രെയിനസ് കവറിങ്, സ്ഥിരാവരണത്തോട് കൂടിയ ഒരു ആവരണവും ഉണ്ട്, അല്ലെങ്കിൽ സ്ഥിരാവരണവും ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. സെറ്റാണെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ സംചു എന്ന് കമന്റ് ചെയ്യൂ. സോ വീണ്ടും കാണാം. ഈ നിങ്ങളുടെ സ്വന്തം അറക്കൽ.